ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. ഇന്ന് നമ്മൾ ജി എസ് ടിയിൽ ഒരു ടീം B2C ലാർജ് ഇൻവോയ്സസ്, ഇത് പലരും കേട്ട് കാണും. പ്രത്യേകിച്ച് റിട്ടേൺസൊക്കെ എല്ലാ മാസവും ഫയൽ ചെയ്യുന്നവരാണെങ്കിൽ GSTR1 ഫയൽ ചെയ്യുമ്പോൾ B2C ലാർജ് എന്നുള്ളൊരു ഫയൽ കാറ്റഗറി അല്ലെങ്കിൽ ഒരു സെയിൽസ് കാറ്റഗറി നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. B2B ആൻഡ് B2C ഉണ്ട്. B2B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സെല്ലർ ഒരു GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള റെസിപ്പിയൻറ്റിന് കൊടുക്കുന്ന ഒരു സെയിലാണ് B2B. രണ്ടുപേരും GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളുകളാണ്, പർച്ചേസർ ആൻഡ് സെല്ലർ. അതേസമയം B2C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ GST എടുത്തിട്ടുണ്ട്, രജിസ്റ്റേർഡ് ആണ്, എന്നാൽ നിങ്ങൾ വിൽക്കുന്ന ആൾ, കൊടുക്കുന്ന ആൾ, നിങ്ങൾ പ്രൊഡക്റ്റ് വിൽക്കുന്ന റെസിപ്പിയൻറ്റ് അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ് B2C എന്ന് പറയുമ്പോൾ. ഈ B2C ലാർജ് എന്നുള്ള കാറ്റഗറിയിലേക്ക് വരണമെങ്കിൽ പ്രധാനമായിട്ട് 3 ക്രൈറ്റീരിയയാണ് അത് ഫുൾഫിൽ ചെയ്യേണ്ടത്. ഒന്ന്, നിങ്ങളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾ, നിങ്ങൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാളാണ് GSTയിൽ, നിങ്ങളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. ഒന്ന് ഫസ്റ്റ്. സെക്കൻഡ് വൺ, ഇൻവോയ്സ് വാല്യൂ നിങ്ങൾ കൊടുക്കുമ്പോൾ, സെല് ചെയ്യുമ്പോൾ ആ ബിൽ എമൗണ്ട് അല്ലെങ്കിൽ ഇൻവോയ്സ് വാല്യൂ എന്ന് പറയുന്നത് 1,00,000 മുകളിലായിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ. ആൻഡ് തേർഡ് കണ്ടീഷൻ ഈസ് ദ സെയിൽസ് മസ്റ്റ് ബി ഇൻ്റർ സ്റ്റേറ്റ് സെയിൽ. നിങ്ങൾ കേരളത്തിലൊരാളാണെങ്കിൽ നിങ്ങൾ സെല്ല് ചെയ്യുന്നത് കേരളത്തിന് പുറത്തുള്ള ഒരാൾക്കായിരിക്കണം ഈ സെയിൽസ് നടത്തേണ്ടത്. അങ്ങനെ 3 ക്രൈറ്റീരിയയും ഒരുമിച്ച് വരുമ്പോഴാണ് എന്താവുക, അതൊരു B2C ലാർജ് എന്നുള്ള സെയിൽസ് കാറ്റഗറിയിലേക്ക് മാറാം. ഫസ്റ്റ് വൺ ഈസ്, നിങ്ങൾ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ recipient should be an unregistered person and the bill value should be, അല്ലെങ്കിൽ invoice value should be more than 1 lakh rupees. And third category is the sales should be supply should be interstate sale. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കേരളത്തിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നത് കേരളത്തിന് പുറത്തോട്ടായിരിക്കണം. അപ്പോൾ ഈ 3 കാറ്റഗറി വരികയാണെങ്കിൽ, ഒരുമിച്ച് വരികയാണെങ്കിലാണ് അത് എന്താവുക, B2C ലാർജ് എന്നുള്ള കാറ്റഗറിയിലേക്ക് മാറുക. ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് മോർ ഇൻഫർമേഷൻ, stay tuned with Capitax India. Thank you.